ഹായ്! ഇത് നമ്മുടെ വീഡിയോ വന്നിട്ട് എൻ്റെ അമ്മാവൻ ഒരു നഴ്സറി തുടങ്ങി. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനവും അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ചെണ്ടയിട്ടും മേളവും നാടൻമുറിക്കലും തിരിതെളിക്കലൊക്കെ ആയിട്ട് ഉദ്ഘാടനം നല്ല ഗംഭീരമായിട്ട് നടന്നു കേട്ടോ. തൃപ്പൂണിത്തുറ ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണുമാണ് നമ്മുടെ ഉദ്ഘാടനം ചെയ്യാനിവിടെ വന്നത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് കച്ചവടവും നടന്നിട്ടുണ്ട്. എല്ലാവരും വളരെ വളരെ ഹാപ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ ഇത് അത്ര ഹാപ്പി ആയിട്ടുള്ളൊരു മുഹൂർത്തത്തിൽ കുറച്ച് സ്വീറ്റ്സൊക്കെ കൊടുത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് സെലിബ്രേറ്റ് ചെയ്യുകയാണ്. പിന്നെ ചെടികളൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ വന്ന് നോക്കേണ്ടതാണ് കേട്ടോ. ഒരുപാട് വെറൈറ്റി ചെടികളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതിപ്പോൾ വെജിറ്റബിൾസ് ആണെങ്കിലും ഫ്രൂട്ട്സ് ആണെങ്കിലും ഫ്ലവേഴ്സ് ആണെങ്കിലും അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കണേ. ആ പേര് തന്നെ ഒരു ഗ്രീൻ തമ്പായി മാറട്ടെ അല്ലേ. അതായത് തീർച്ചയായും ഒരു പച്ച കയ്യൊപ്പ് തന്നെ നമ്മുടെ നാടിനെ രേഖപ്പെടുത്താൻ സാധിക്കുന്ന തരത്തിലുള്ള ഒരു സംരംഭമായി ഇത് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഫ്ലവറിങ് പ്ലാന്റ്സും അതുപോലെ ഫ്രൂട്ട്സും അതേപോലെ തന്നെ പച്ചക്കറികളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു വിഭവ സമൃദ്ധമായ ഒരു പച്ച ഹരിത സദ്യ തന്നെ ഒരുക്കാൻ ഈ നഴ്സറിക്ക് സാധിച്ചിട്ടുണ്ട്. തീർച്ചയായും ഇതുപോലെയുള്ള ഒരു പ്രദേശത്ത് നമ്മുടെ ഇനി വരും തലമുറയ്ക്ക് ഏറ്റവും ആവശ്യമായിട്ടുള്ളതും ഇത്തരത്തിലുള്ള ഈ ചെടികൾ നമ്മുടെ വീടുകളിൽ വെച്ച് പിടിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മുടെ പ്രകൃതി ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും ഇത്തരത്തിൽ ഈ സസ്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണ്. മാത്രമല്ല ഇതുപോലെയുള്ള ചെടികൾ നമ്മുടെ വീട്ടിൽ നട്ട് വളർത്തുമ്പോൾ നമുക്കത് നയനാനന്ദകരമായ കാഴ്ചയാണ്. ഫ്രൂട്ട് പ്ലാന്റ് ആയാലും അതുപോലെ തന്നെ ഈ പറയുന്ന പച്ചക്കറി ആയാലും അല്ലാത്ത ഫ്ലവറിങ് പ്ലാന്റ് ആയാലും ഒക്കെ അത്തരത്തിൽ നമുക്ക് സന്തോഷം തരുന്നതാണ്. അതിലേക്ക് നോക്കുമ്പോൾ തന്നെ നമുക്ക് സന്തോഷം സ്വാഭാവികമായി ഉണ്ടാകും. അത്തരത്തിൽ നിങ്ങളെല്ലാവരും ഈ ഗ്രീൻ തമ്പ് നഴ്സറിയുടെ ഗുണഭോക്താക്കളായി മാറണം എന്നുള്ള ഒരു റിക്വസ്റ്റ് കൂടി ഞാൻ നിങ്ങളുടെ മുമ്പാകെ വെക്കുകയാണ്. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 2 ചെടിയെങ്കിലും ഇവിടെ നിന്ന് വാങ്ങിച്ചു വെച്ചാൽ ആ ഒരു പച്ച കയ്യൊപ്പ് നിങ്ങൾക്ക് നാടിന് വേണ്ടി ചാർത്താൻ സാധിക്കും. അത്തരത്തിൽ ഈ പച്ച കയ്യൊപ്പ് എല്ലായിടത്തും പതിപ്പിക്കാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ഈ ഗ്രീൻ തമ്പ് നഴ്സറിയുടെ ഔപചാരികമായ ഉദ്ഘാടന ഹൃദയങ്ങളെ നിർവഹിച്ചായി അറിയിക്കുന്നു. ആഗ്രഹിക്കുന്നു. അതിന് നാട്ടുകാരുടെ പൂർണ്ണമായ പിന്തുണ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നഗരസഭയ്ക്ക് കഴിയാവുന്ന സഹായങ്ങൾ നഗരസഭയും ആയിട്ട് സഹകരിച്ച് ചെയ്യപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഇത്തരം സാധനങ്ങളുണ്ട് കൃഷിഭവനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അതിനകത്ത് രാജീവിനും ഒക്കെ പങ്കെടുക്കാൻ കഴിയുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്യാൻ കൂടി കഴിയട്ടെ. അത്തരത്തിലും സഹകരിക്കാം എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ എല്ലാവിധ വിജയ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം. അപ്പോൾ സ്പോട്ട് വന്നിട്ട് വൈറ്റില എരൂർ റൂട്ടിലോട്ടോ കണിയാമ്പുറം റൂട്ടിലാണ് ഇത് വന്നിട്ടുള്ളത്.
അത് നമുക്ക് വരുമ്പോൾ തന്നെ കാണാം കേട്ടോ. ഗ്രീൻ തമ്പ് എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഫ്ലവേഴ്സിനെ തന്നെ ആണെങ്കിലും എനിക്ക് ചെടികളുടെ പേരൊന്നും അങ്ങനെ എടുത്തെടുത്ത് പറയാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ്. കാരണം എനിക്ക് എന്താ ഇതിൻ്റെയൊക്കെ പേര് എൻ്റെ മെമ്മറി നിൽക്കില്ല. കാരണം ഇതിൻ്റെ സയൻറ്റിഫിക് നെയിംസ് അല്ലാണ്ട് ഒരു പൂ, ചുമന്നപ്പൂ, നീലപ്പൂ, മഞ്ഞപ്പൂ അങ്ങനെയൊക്കെ പറയാൻ എനിക്കറിയുള്ളൂ. എനിക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ അറിയില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ചെടികൾ ഇഷ്ടമുള്ളവർക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിനെക്കുറിച്ച് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് ഇതൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. എനിക്ക് അതിനോട് ഭയങ്കര ഇൻട്രസ്റ്റ് അല്ല. അതുകൊണ്ടാണ് എൻ്റെ അമ്മയ്ക്കും ഇവിടെ കണ്ണഞ്ചാൻ്റെ അമ്മയ്ക്കും ഒക്കെ ഇവർക്കൊക്കെ കണ്ടാൽ മനസ്സിലാവും. അവർക്കൊക്കെ ഇതിനോട് ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്. എനിക്കിങ്ങനെ വലുതായിട്ട് ഇതിനെക്കുറിച്ച് വലിയ ഡീറ്റെയിൽസ് അറിയില്ലാത്തതുകൊണ്ട് കേട്ടോ. ഇതിപ്പോൾ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കൊക്കെ മനസ്സിലാവുണ്ടോ എന്ത് ചെടിയാണ് എന്താണ് പേരെന്നുള്ളത്. എനിക്ക് അത്യാവശ്യം കുറച്ച് ചെടികളുടെ പേരും കാര്യങ്ങളും അറിയുള്ളൂ. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പേരെടുത്തെടുത്ത് പറയാത്തത്. ഇവിടെ വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതൊക്കെ നമ്മുടെ കപ്പങ്ങയുടെ
ചെറിയ ചെറിയ പിന്നെ പൊക്കം കുറഞ്ഞ ഫ്രൂട്ട്സിൻ്റെ ആണെങ്കിലും പിന്നെ വേറെ പൂവാണെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചെടിയാണെങ്കിൽ ചെറുതായിട്ടൊക്കെ കായ്ക്കുന്നതില്ലേ. അപ്പം ഞങ്ങൾ വാങ്ങിയത് മാമ്പഴവും റംബൂട്ടാനും ആയിരുന്നു കേട്ടോ. മാംഗോയിൻ്റെ ചെറുതായിട്ട് വന്ന് നമ്മുടെ ചന്ദ്രകാര മാങ്ങയുടെയായിരുന്നു. പിന്നെ കുറേ വെജിറ്റബിൾസ് ഉണ്ട് കേട്ടോ, കുഞ്ഞു കുഞ്ഞു വെജിറ്റബിൾസ്. അപ്പം നമുക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് നല്ല നാടൻ പച്ചക്കറി തിന്നാലോ, വിഷമൊന്നും അടിക്കാതെ നമുക്ക് സ്വയമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് വെജിറ്റബിൾസ്, അതും ഞങ്ങൾ കുറച്ച് വാങ്ങിയായിരുന്നു. അപ്പം നിങ്ങൾ എന്തെന്നാ ചെടികൾ ഇഷ്ടമാണെങ്കിൽ ദയവായിട്ടെന്നല്ല മസ്റ്റായിട്ട് വന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ ദയവായി നായിപ്പോയി. നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്താൽ മതി. ജസ്റ്റ് ഒന്ന് വന്ന് നോക്കണം, നല്ലതാണ് സംഭവം. ഒരുപാട് വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ ഇത് നമ്മൾ തീർന്നാലും വീണ്ടും ഇങ്ങനെ റീലോഡ് ചെയ്യുന്നുണ്ട്. അമ്മാവന് ഇതിൻ്റെ ബിസിനസ് തുടങ്ങിയിട്ട് ഇപ്പോൾ വർഷം കുറേയായി. അമ്മാവന് ഇതിൻ്റെ ഫീൽഡിലാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെടിപരമായിട്ടുള്ള എല്ലാ കാര്യത്തിലും, പിന്നെ ഇതിവിടെ ചെടി വിൽപ്പന മാത്രമല്ല കേട്ടോ ഉള്ളത്, ഗാർഡൻ സെറ്റ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ പല സർവീസസ് ഇവിടെ ഉണ്ട്. അപ്പോൾ എന്താണ്, നിങ്ങൾക്ക് വീട്ടിലോട്ട് ഗാർഡൻ സെറ്റ് ചെയ്യണമെന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. ഞാൻ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒന്ന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ഒന്ന് ജസ്റ്റ് നോക്കിയാൽ മതി കേട്ടോ. എൻ്റെ അമ്മാവിൻ്റെ ഷോപ്പായതുകൊണ്ടല്ല കേട്ടോ ഞാനീ പറയണതൊക്കെ. ഇപ്പം നമ്മൾ വ്ളോഗ്സ് ഇടുന്നതല്ലേ, എല്ലായിടത്തും ഷോപ്പിലൊക്കെ പോയിട്ട് എൻ്റെ ആരുടെയും ഷോപ്പായിരിക്കില്ലല്ലോ ഞാൻ പോയിട്ട് കണ്ട് നോക്കിയിട്ട് അഭിപ്രായം പറയുന്നത്. എനിക്ക് നല്ലതാണെന്ന് തോന്നുന്ന സാധനങ്ങളിലൊക്കെയാണ് ഞാൻ പോവാറ്, അതിനഭിപ്രായം പറയാറ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. കാരണം വീട്ടിലെല്ലാവരും ചെടികളൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെടികളുടെ സെക്ഷൻ കഴിഞ്ഞു. അപ്പോൾ ഇതാണ് അതിൻ്റെ വിസിറ്റിംഗ് കാർഡ്, ഗ്രീൻ തമ്പ്. അങ്ങനെ നമ്മുടെ ഈ വ്ളോഗ് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ.